Morning, ma'am. അശ്വതി മിസ് തിരില്ലല്ലോ. Good morning, all. ഗുഡ് മോർണിംഗ് മിസ്. ടീച്ചർ ഗുഡ് മോർണിംഗ്. Good morning, miss. Good morning, miss. Okay, how are you? Fine, miss. Fine. Have you made your breakfast? Breakfast കഴിച്ചോ? Yes, miss. Active Yes, miss, we had. യെസ് മിസ്. active ആണ്. Okay, yeah, just need seconds. മിസ് കഴിച്ചോ മിസ് ബ്രേക്ക്ഫാസ്റ്റ്? Okay. അപ്പോൾ എല്ലാവരും ആക്റ്റീവ് ആണ് അല്ലേ? യെസ് മിസ്. മിസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ മിസ്? എന്തോ? മിസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Yes, miss. സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. യെസ്. ക്ലാസ്സിൽ ടോപ്പിക്കില്ലേ? ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ മിസ്. ഉണ്ട്. അവിടെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഏത് ടോപ്പിക് ആയിരുന്നു? ഏത് ടെൻസ് ആണ് പഠിച്ചത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടില്ലേ? അവിടെ തന്നെ ഉണ്ടത്. നിനക്ക് എന്ത് അടങ്ങിയിരിക്കടി പറഞ്ഞത്? എന്റെ Simple present. സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണ് പഠിച്ചത്. ക്ലിയർ ആണല്ലോ? വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല മാം. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എഴുതിക്കോളൂ. പ്രസന്റ് കണ്ടിന്യൂസ് നോട്ട് എഴുതിക്കോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് സ്ട്രക്ചർ എഴുതുക. സബ്ജക്ട് പ്ലസ് no subject plus auxiliary plus auxiliary എന്ന് പറയുമ്പോൾ present tense ആയതുകൊണ്ട് is am are. okay, subject plus is am are plus verb plus ing. any verb ing. okay, subject plus is am are plus verb plus ing. verb-ന്റെ കൂടെ ing. ഇതാണ് present continuous tense-ന്റെ സ്ട്രക്ചർ വരുന്നത്. okay, Okay, miss. yeah. ഇനി എന്താണ് ഓക്സിലറി എന്ന് അറിയണം. ഓക്സിലറി എന്താണ്? പ്രസന്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് is and are. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആറും ഐയുടെ കൂടെ ആം ആണ് യൂസ് ചെയ്യാം. എഴുതിക്കോ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസും. അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? he, she, it, everybody. ഇത്രയും സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ആണ് is എന്ന് പറയുന്നത്. okay, then plural subject. plural subjectന്റെ കൂടെ are ആണ് യൂസ് ചെയ്യുക. you, we, they യുടെ കൂടെയാണ് നമ്മൾ are യൂസ് ചെയ്യുക.
യു വിയുടെ then ഐയുടെ കൂടെ ആം ആണ് യൂസ് ചെയ്യാം. യു വി ദേ കറക്റ്റ് ആയിട്ട് ആ സബ്ജക്റ്റ് എല്ലാം എഴുതി വെക്കാം. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കളക്ട് ചെയ്യാം. യുടെ കൂടെ ആറാണ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ഓക്സിലറി ഡൗട്ട് ക്ലിയർ ആണ്. വെർബിന്റെ കൂടെ ing യൂസ് ചെയ്യാം. വെർബ് എന്താണോ ഏത് വെർബ് ആയിക്കോട്ടെ അതിന്റെ കൂടെ ing വേണം. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. റൈറ്റ് ആണെങ്കിൽ ing ചേർത്ത് റൈറ്റിംഗ് എന്ന് പറയും. റീഡ് ആണെങ്കിൽ ing ചേർത്ത് റീഡിംഗ് പറയും. വാക്ക് വാക്കിംഗ്, ഓക്കെ, സ്പീക്ക് സ്പീക്കിംഗ്, ലിസൺ ലിസണിംഗ്, ലേൺ ലേണിംഗ്, റൺ റണ്ണിംഗ്, സിംഗ് സിംഗിങ്. അങ്ങനെ വരും. ing ചേർത്ത് വേണം വരാൻ. അതായത് പെർഫെക്റ്റ് എന്ന് പറയുന്ന സോറി പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറന്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ. ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, അല്ലെ? I'm teaching and you are learning. Yeah. അപ്പോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓക്സിലറി ആഡ് ചെയ്യാൻ. വെർബിന്റെ കൂടെ ing. ഇത്രയും റൂൾസേ നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളൂ. ഓക്കെ, സോ ടെൻസ് ഇനിയിപ്പോ സെന്റൻസ് മേക്ക് ചെയ്യാൻ സിമ്പിൾ ആണല്ലോ. നമ്മുടെ കയ്യിൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഓക്കെ, Okay, Miss. സോ ക്രിയേറ്റ് ചെയ്യൂ. ഓക്കെ 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 Using this tense, present continuous tense. Okay. Examples പറയൂ എല്ലാവരും. They are playing. Yeah, they are playing. Okay. Then Children are studying. children Are studying. are studying. Okay. We are dancing. He is writing. Yeah, they are dancing. Okay. We are dancing. We are dancing. I am going to school. And in school. ഓക്കെ, നമ്മള് അയാം എന്നൊന്നും പറയണ്ട കേട്ടോ. നമ്മൾ പറയുമ്പോ ശ്രദ്ധിക്കണം. പണ്ടത്തെ പോലെ അങ്ങനെ അയാം എന്ന് പറയണ്ട. I'm going to school. അതില് ശരിക്കും അയാം എന്ന hospital. I am go to hospital. I'm going to hospital. നമ്മള് അയാമിന് ഷോർട്ട് ആക്കി എഴുതി ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ആ ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയാണ് ആം എഴുതാം. ഓക്കെ, അയാം. ഓക്കെ, ഷോർട്ട് ആക്കി ആം. നമ്മൾ പറയുമ്പോൾ ആം എന്ന് പറഞ്ഞാൽ മതി. ആം. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഹീസ് പറയണ്ട. ഹീസ് സ്പീക്കിംഗ്, ഹീസ് ലേണിംഗ്, ഹീസ് വാക്കിംഗ്. ഓക്കെ, നമ്മൾ സംസാരിക്കുമ്പോഴും ആ രീതിയിൽ വേണം സംസാരിക്കുന്നത്. ആണെങ്കിലോ എന്ന് പറയാം. നമ്മള് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അതിനെ കൂടെ തന്നെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ശ്രദ്ധിക്കും. ഓക്കെ, ടീച്ചർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ സിമ്പിൾ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് എന്ന് പറഞ്ഞു തരുമോ? ചെറിയ ഡൗട്ട്. സിംഗുലർ എന്ന് പറഞ്ഞാൽ മലയാളം ഒരാള് മാത്രം. പ്ലൂറൽ എന്താണ്?
ഒന്നിൽ കൂടുതലായിരിക്കാം. ഓക്കെ. അപ്പോഴും നമ്മൾ അതിന്റെ കൂടെ ചേർക്കുമ്പോഴേ ഇപ്പം ഇതിനകത്ത് വരുമ്പോഴേ കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിനകത്ത് വരുമ്പോ എങ്ങനെ എഴുതേണ്ടി വരും? സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴേ എന്താ ഹി ഹി അല്ലേ? ലീറ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. മലയാളം എന്താ അതിന്റെ? ഹി എന്ന് പറയുമ്പോ അവൻ, ഷീ അവൾ, ഇറ്റ് അതോ ഇതോ അങ്ങനെയാണ്. ഇത് അല്ലെങ്കിൽ അത് എന്നാണ്. എവരിബഡി എല്ലാവരും. ഓക്കെ, നിങ്ങൾ എവരിബഡി എന്ന് കേൾക്കുമ്പോ എല്ലാവരും ആണ്, പക്ഷെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം കേൾക്കുമ്പോ ക്ലിയർ ആണല്ലോ. അവൻ എന്ന് പറഞ്ഞാൽ അവൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ അത് സിംഗുലർ ആണ്. അതിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഈസ് ആണ്. ഈസ് എന്ന് പറയുന്ന ഓക്സിലറിയാണ് യൂസ് ചെയ്യേണ്ടത്. ഒറ്റയ്ക്കായതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി ഈസ് ആണ്. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. യു നിങ്ങൾ എന്ന് പറയാം, വി ഞങ്ങൾ എന്ന് പറയാം, ദേ അവർ ആണ്. അപ്പൊ ഇത് കൂടുതലുണ്ട്, ഒന്നിൽ കൂടുതലുണ്ട്. സോ അവർക്ക് യൂസ് ചെയ്യേണ്ട ഓക്സിലറി ആറാണ്. ഐ എന്ന് പറയുമ്പോൾ ഒറ്റക്കാണ്, പക്ഷെ ഐക്ക് ആം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഓക്കെ. എക്സാമ്പിൾ പറഞ്ഞേ. I am playing cricket. Yeah. They are playing cricket. അല്ലേ? ഇപ്പൊ ഓക്കെ ഇല്ലേ? Okay. സിംഗുലർ വെച്ചുകൊണ്ട് പറയും. എന്തോ? സിംഗുലർ സബ്ജക്ട് വെച്ചുകൊണ്ട് എക്സാമ്പിൾ പറയും. സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റ് വെച്ച് പറയുമ്പോൾ she is playing in the ground. She is playing on the ground. On the ground. വെളിയില്ല, പുറത്ത്. സോറി. Okay, correct. in the ground. ശരി, വെളിയില്ല. സോറി. Okay, ക്ലിയർ ആണല്ലോ? പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ ആണ്, കാരണം ഡൗട്ടും കാര്യമൊന്നുമില്ലല്ലോ. മാക്സിമം സെന്റൻസ് മേക്ക് ചെയ്യാൻ നോക്കുക. സ്വന്തമായിട്ട് തന്നെ ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ സെന്റൻസ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ. ആ സ്ട്രക്ചറിന്റെ ബേസ് ചെയ്തിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പ്രൊണൗൺസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഞാനത് പറഞ്ഞത് ഐ ആം എന്ന് പറയേണ്ട ആം. ആം writing, I'm running, I'm listening, I'm reading. Okay, he is playing, he is listening, he is studying, he is doing, he is writing. Okay, then they are anakilo, you are anakilo, you are playing, you are. Are nalla to, are alla, are. You are playing, we are playing. They are playing. Are. നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഈ പ്രൊണൗൺസിയേഷൻ ആണോ മാഡം? അപ്പം പ്രൊണൗൺസിയേഷൻ വരത്തില്ലല്ലേ? പ്രൊണൗൺസിയേഷൻ നമ്മൾ പറയുന്ന രീതിക്കാണ് വ്യത്യാസം. പ്രൊണൗൺസിയേഷൻ അത് ഓരോ ടൈപ്പ് ഇംഗ്ലീഷ് ഉണ്ടല്ലോ. നമ്മള് അത് പ്രൊണൗൺസ് ചെയ്യുന്ന വ്യത്യാസം വരും. ഇപ്പൊ കുറച്ചു പേര് ലെറ്റർ എന്ന് പറയുന്നവരുണ്ട്, ലെറ്റർ എന്ന് പറയുന്നവരുണ്ട്, അല്ലെ? ലെറ്റർ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് പറയാൻ നോക്കണം. മനസ്സിലായോ? പഠിക്കുമ്പോ അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രൊണൗൺസിയേഷൻ കൂടെ പഠിക്കുകയാണെങ്കിൽ കുറച്ച് സിമ്പിൾ ആണ്. അല്ലെങ്കിൽ ഇതെല്ലാം പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ഒക്കെ പ്രൊണൗൺസിയേഷൻ പഠിക്കേണ്ടി വരും. ഇപ്പൊ ടീച്ചർ ഇപ്പൊ ആം എന്ന് പറഞ്ഞോണ്ടേ അങ്ങനെ ഒരു ചെറിയ ഡൗട്ട് വന്നു.
അറിയാമല്ല, അറിയാമൊക്കെ കറക്റ്റ് ആണ്, പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് വലിയ സിമ്പിൾ ആണ്. സിമ്പിൾ അല്ല, കുറച്ച് കേൾക്കുമ്പോൾ നമുക്ക് രസം തോന്നും. ഇപ്പൊ ഇംഗ്ലീഷ് അറിയാതെ ഏത് മുട്ടന്മാരും നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാമെന്ന് തോന്നിച്ചു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അപ്പൊ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും. I am writing എന്ന് പറയുന്നതാണോ I am writing എന്ന് പറയുന്നതാണോ കറക്റ്റ്? കറക്റ്റ് അല്ല, കുറച്ചുകൂടി നല്ലത് I am writing the letter. ഭാര്യയിൽ പറയാൻ നോക്കുക. I am writing, I am learning, I am speaking. ഓക്കെ, ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാം. ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് അല്ല, പുറത്തെ ലാംഗ്വേജ് ആണ്. അപ്പൊ അവരെ രീതിയിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. ആ കറക്റ്റ് രീതിയിൽ തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ആരെങ്ങനെ പറയാം? They are playing. They are writing. ആരല്ല, റാ വരില്ല. നമ്മൾ മലയാളത്തിൽ പറയുന്ന റാ വരില്ല. മഴ, മഴ പറയുന്ന റായില്ലേ, അതും നമ്മുടെ റായിൽ കൂടെ മിക്സ് ചെയ്യണം. ഇത് ഫോണിറ്റിക്സ് ആണെന്ന് പറയും. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫോണിറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഫോണിറ്റിക്സിൽ നമ്മുടെ ഇതുപോലെ പ്രൊണൗൺസിയേഷൻ ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? Yes, miss. അപ്പൊ ആ രീതിയിൽ പറയാൻ നോക്കുക. പറയുമ്പോ നിങ്ങൾക്ക് ആദ്യം ചിരി വരും, അയ്യോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് പറഞ്ഞ് യൂസ് ആവും. ഓക്കെ, ഞാനിപ്പോ അവർക്ക് ശല്യമായോ? എന്തോ അല്ല, ശല്യമായോ എന്ന് ചോദിച്ചത്. ഓക്കെ, ഇപ്പൊ I am preparing for an exam. I am preparing for an exam. എല്ലാവരും പറഞ്ഞേ, preparing എന്ന് പറഞ്ഞേ. preparing. Word. ഈ സെക്കൻഡ് എക്സാമ്പിൾ ഒന്ന് വായിച്ചേ, ഓരോരുത്തർ വായിച്ചേ. ഈ സെക്കൻഡ് എക്സാമ്പിൾ. I am preparing for an exam. Then I am preparing for an exam. next. എല്ലാരും വായിക്കൂ. സ്വാതി കൃഷ്ണ, thank you. Yes, ma'am. I am preparing for an exam. Okay. Then Kalpita. ആരുല്ലേ? പോയില്ലായിരുന്നു. ഷിയ കൃഷ്ണൻ. I am preparing for an exam. നസ്രിയ മോൾ. നസ്രി മോൾ, സോറി. ജയരാജ്, പ്രൊഫൈൽ നെയിം ഇതാണ്, ഈ പേരറിയില്ല. അമ്പിളി. അമ്പിളി ചേച്ചി ഒന്ന് വിളിക്കാം. അമ്പിളി ചേച്ചി കള്ളത്തെ കാണിച്ചിരിക്കാം. I'm preparing for an exam. Yeah, I'm preparing for an exam. Okay, നമ്മള് വായിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. പാഠത്തിൽ വായിക്കണം. ഇനി എപ്പോഴും ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോഴും പറയുമ്പോഴും എപ്പോഴും ടോൺ മാറ്റി പറയാൻ ശ്രമിക്കണം. Okay, I'm preparing for an exam. The baby is crying. Baby is crying. We are planning to Dubai tomorrow. Okay, അപ്പൊ ആ രീതിയിൽ വായിക്കാൻ ശ്രമിക്കാം. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലുവൻസി വരുള്ളൂ. അല്ലാതെ എനിക്കറിയാം മിസ് എനിക്കറിയാം എന്ന് പറഞ്ഞിരുന്നാൽ എപ്പോഴും അങ്ങനെ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ടങ്ങും നമ്മുടെ മൗത്തും അതൊക്കെ ഫ്ലെക്സിബിൾ ആകും. ഓക്കെ, ഒരു ഫ്ലെക്സിബിലിറ്റി വരും. അത് ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും നമുക്കത് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണ്ടേ. നമ്മുടെ മൗത്താണെങ്കിൽ നാക്കാണെങ്കിലും ഫ്ലെക്സിബിൾ ആയി വരണ്ടേ, അല്ലെങ്കിൽ വെള്ളി വീഴും. വെള്ളി വീഴാറുണ്ടോ? വെള്ളി മീൻസ് അറിയാലോ, വെള്ളി എന്താണെന്ന് അറിയാലോ. അങ്ങോട്ടൊക്കെ മാറിപ്പോവാം. ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റി വരണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. Is it clear or not? Do you have any doubts? Yes. Okay, clear ആണ്. പെട്ടെന്ന് കഴിഞ്ഞല്ലോ ടെൻസ്. Next, present perfect.
പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, ദെൻ നമ്മള് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും പറഞ്ഞു. ഇതിന്റെ മലയാളം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ മലയാളം വരുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്, ഏറ്റവും ആദ്യം പറഞ്ഞ ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. അതിന്റെ മലയാളം വരുന്നത് എന്താ? ഞാൻ പാടുന്നു, ഞാൻ കളിക്കുന്നു, എന്തൊക്കെയാണ് മലയാളം? അതായത് ഞാൻ എഴുതുന്നു, അവൻ എഴുതുന്നു എന്നൊക്കെ വരും. ഹി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവൻ എഴുതുന്നു. ഷീ സിങ്സ് എന്ന് പറഞ്ഞാല് അവൾ പാടുന്നു. അതാണ് മലയാളം. ആ മലയാളം ഉണ്ടെങ്കിൽ എഴുതി വെക്കൂട്ടോ. മലയാളം എഴുതാനല്ലേ? ആ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പോയിട്ട് മലയാളം എഴുതാം. സിമ്പിൾ പ്രസന്റ് നമ്മൾ ആദ്യം എഴുതി നോട്ടാണത്. സിമ്പിൾ പ്രസന്റ് ഹെഡിങ് ഉണ്ടാവും കേട്ടോ. എങ്ങനെ എഴുതുന്നു? ബുക്കിനല്ലേ മലയാളം ഇനിയിപ്പോ എങ്ങനെ എഴുതാനകത്ത്? മലയാളം അറിയില്ല. ഓക്കെ, അറിയുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ ജസ്റ്റ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ അവൻ എഴുതുകയാണ് എന്നൊരു മീനിങ് വരും. ഹീസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോ അവൻ എഴുതുകയാണ്. ഷീസ് സിംഗിങ്, അവൻ പാടുകയാണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. നമ്മൾ അങ്ങനെയല്ല പറയാ. ഇപ്പൊ നമ്മൾ എന്താ പറയാ? ടീച്ചർ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ്, അല്ലെ? അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മലയാളം പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസിൽ. അപ്പൊ മലയാളം കൂടെ എഴുതി വെക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും എഴുതിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റില് സ്ട്രക്ചർ എഴുതാം. പ്രസന്റ് പെർഫെക്റ്റ് ഹെഡിങ് കൊടുക്കുക, അതിന് സ്ട്രക്ചർ എഴുതാം. Subject plus has or have plus V3. Subject plus has or have plus V3. Subject plus has or have plus V3. Yeah. Subject plus has or have plus V3. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് വരിക. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും then plural സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഇതൊരിക്കലും മറക്കരുത് കേട്ടോ. സിംഗുലർ സബ്ജക്റ്റിനോട് ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഹാവിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V3 ആണ്. അത് മസ്റ്റ് ആണ്. ഹാവിന് ശേഷം വരുന്ന ഹാവോ ഹാസോ, ഹാസിനും ഹാവിനും ശേഷം വരുന്ന വെർബ് എപ്പോഴും V3 ഫോം ആയിരിക്കും. അതായത് തേർഡ് ഫോം ആയിരിക്കും. ഹാവിന് ശേഷം വരുന്നത് V3 ആ. ഹാസിനും ഹാവിനും ശേഷം വരുന്ന വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം, അതായത് V3 ഫോം ആയിരിക്കണം. റൂൾ ആണ്. അത് മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കാം. ഹാസിനും ഹാവിനും ശേഷം വരുന്ന വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം, V3 ഫോം ആയിരിക്കണം. അതായത് റൈറ്റ് എന്ന് പറയുന്ന വെർബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ V3 ഫോം എന്ന് പറയുന്നത് റിട്ടൺ ആണ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. അതിന്റെ V3 ഫോം റിട്ടൺ ആണ്. സോ ഹി ഹാസ് റിട്ടൺ എന്ന് വരണം. I have written എന്ന് വരണം. ശേഷം V3 ഫോം വരണം. ക്ലിയർ ആണല്ലോ?
Yes. Okay. ഇനിയിപ്പോ സെന്റൻസ് മേക്ക് ചെയ്യാൻ സിമ്പിൾ അല്ലേ? എന്ന് പറഞ്ഞേ. എക്സാമ്പിൾ പറയൂ. I have written an exam. Okay. Then. കറക്റ്റ് ആയിരുന്നോ? Yeah, correct. കറക്റ്റ് ആയിരുന്നു എന്റെ കർത്താവേ. Okay. I have it. I have written it. Okay, that's. We have played cricket. dancing. Yeah, we have played that. Okay. I have a dancing. No. തെറ്റാണ്. നമ്മുടെ അലിയൻസ് ഫോം അല്ലല്ലോ. നമുക്ക് വീക്കിലി ഫോം അല്ലേ വരാ? We have ഡാൻസ് എന്ന് പറയുന്ന വേർബ് ഇനി വീക്കിലി ഫോം ഏതായിരിക്കും? ഡാൻസ് ഡാൻസ്ഡ് അല്ല, ഡാൻസ്ഡ്. ഡാൻസ്ഡ് എന്നേ വരത്തുള്ളൂ. ഡാൻസ്ഡ് കറക്റ്റ് ആണ് കേട്ടോ. അതും കറക്റ്റ് ആയിരുന്നോ? ഡാൻസ്ഡ് ആണ്. I have danced. അതെ. അപ്പൊ ഞാൻ പഠിക്ക. Okay. ഏറെക്കുറെ. അടുത്ത എക്സാമ്പിൾ ശരിയല്ലേ മാം? Yeah, we have danced. അതിന്റെ മലയാളം എഴുതിക്കോളൂ. ഇപ്പോ he has written എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ മലയാളം വരുന്നത് അവൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയും. അവൻ എഴുതിയിട്ടുണ്ട്. അവൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയും. Okay? He has എനിക്ക് മലയാളം ചെയ്യാൻ പറ്റില്ല കേട്ടോ. മലയാളം എന്നാണ്. സോറി. എഴുതിയെന്ന് അങ്ങനെ എഴുതുന്നു. മലയാളം ഓപ്ഷനിൽ ഇല്ല. ഞാൻ നോട്ട്ബുക്കിൽ എഴുതി കാണിച്ചാൽ മതിയോ? ആർക്കെങ്കിലും മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. അവൻ എഴുതിയിട്ടുണ്ട്. ഇനി I have played എന്നാണെങ്കിൽ ഞാൻ കളിച്ചിട്ടുണ്ട് എന്ന് വരും. Then I have gone there എന്നാണെങ്കിൽ ഞാൻ എവിടെ പോയിട്ടുണ്ട് എന്ന് വരും. താങ്ക് യു. വെൽക്കം. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് മലയാളം മീനിങ് വരാം. ഇനി സെന്റൻസ് മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ പറഞ്ഞോ. എന്തോ കേട്ടില്ല, ഒന്നും കേട്ടില്ല. എക്സാമ്പിൾ പറയും. എന്താ ടീച്ചറെ? എക്സാമ്പിൾ പറയും. സൗണ്ട് എടുത്ത് സൗണ്ട് പോയി. എക്സാമ്പിൾ പറയും. സൗണ്ട് പറയാനോ? എക്സാമ്പിൾ പറയണോ? എന്തിന്റെ എക്സാമ്പിളാ? മലയാളത്തിന്റെ? മലയാളം ക്ലാസ് ആണോ ഞാൻ എടുക്കുന്നത്? ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ എടുക്കുന്നത്? ഇംഗ്ലീഷ് അല്ലേ പറയേണ്ടത്? ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് ആണ് എക്സാമ്പിൾ 2 എണ്ണം പറഞ്ഞതാ, അറിയാമോ? നീ ഇതൊരു ഒരെണ്ണം പോലും പറഞ്ഞില്ല കേട്ടോ, കണ്ടോ? എക്സാമ്പിൾ പറയും. കേട്ടെ, എക്സാമ്പിൾ പറഞ്ഞത് കേട്ടെ. മലയാളം ഇംഗ്ലീഷിൽ പറഞ്ഞ്. എന്താ? ടോമിനൊരു പട്ടിയുണ്ട്. I have a dog in my house. I have a dog. ഇങ്ങനെ പറയൂ. I have a dog. ഇല്ല ഡൗട്ട്. അപ്പൊ ആ ഒരു ഫ്ലുവന്റ് ആയിട്ടൊന്ന് പറഞ്ഞു. I have a dog. അത്രയല്ലേ ഉള്ളു. I have a dog എന്ന് പറയൂ. I have a dog.
I have a dog. I have a dog. Okay. അറിഞ്ഞൂടാ മാം. ഇവിടെ have എന്ന് പറയുമ്പോ പ്രഭിതയ്ക്ക് ഒരു പൂച്ചയുണ്ട്. നീ വന്ന് പറഞ്ഞു നോക്കട്ടെ. പ്രഭിതയ്ക്ക് ഒരു പൂച്ചയുണ്ട് നോക്കട്ടെ. നോക്കട്ടെ. കണ്ട മുങ്ങി. കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. എല്ലാവരും പഠിച്ചു കേട്ടോ. അല്ല മാം, ഐ ഹാവ് എ കാറ്റ്. അല്ല മാം. ഇനിയിപ്പോ നമ്മള് ഹാവ് പറയില്ലേ, ഐ ഹാവ് എന്ന് പറയണ്ട, ഷോർട്ട് ആക്കി പറയാം. ഐ ഹാവ് അത് നമ്മൾ പറഞ്ഞ് ഷോർട്ട് ആകും. ഇങ്ങനെയാണ് ഷോർട്ട് ആക്കാം. ടെക്സ്റ്റ് ചെയ്തത് കേട്ടോ. ഷോർട്ട് ഫോം ഇങ്ങനെയാണ്. ഐ ഹാവ് എന്ന് എഴുതുമ്പോ ഇങ്ങനെ എഴുതാം. ഐ ഹാവ്. എഴുതുമ്പോഴെങ്ങനെയാവും, പക്ഷെ പറയുമ്പോഴേ എങ്ങനെയാവോ ടീച്ചറെ? പറയുമ്പോ ഒരു 10 ടൈംസ് ഒന്ന് പറഞ്ഞേ. ഐ ഹാവ് എന്ന് പറഞ്ഞേ. 10 ടൈംസ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. 10 പ്രാവശ്യം പറ. 10 പ്രാവശ്യം പറ. ഒന്ന് വേഗം പറയണം മോനെ. I have a dog എന്ന് 10 പ്രാവശ്യം പറഞ്ഞേ. I have a dog. 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 അപ്പോ നമ്മുടെ ഈ ഹാ എന്ന് പറയുന്ന ഒരു അക്ഷരങ്ങൾ പോകും. മനസ്സിലായോ? അത്രയും ഫ്ലുവൻസിൽ വരുമ്പോ ഹാ പോകും. അത് ഫ്ലുവൻസി വരണം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരണം. അത് വരും. എങ്ങനെ വന്നാലും വരും. മനസ്സിലായോ? അതിപ്പോ ഞാൻ പറഞ്ഞ ഐ ഹാവ് എ ഡോഗ് എന്ന് പറയുന്ന ആ സെന്റൻസ് കറക്റ്റ് ആയിട്ട് 10 പ്രാവശ്യം പറയുകയാണെങ്കിൽ ഓക്കെ, ആ ഹാ എന്ന് പറയുന്ന ആ ലക്ഷണം മാറും. നമ്മളെ കൈ കിട്ടുമല്ലോ. പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഐ ഹാവ് എ ഡോഗ് എന്ന് പറയുമ്പോൾ ഹാവ് പറഞ്ഞ വരും. മനസ്സിലാവും ചേഞ്ച് എന്താണെന്ന്. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വരൂ, അല്ലാണ്ട് വരില്ല. വല്ലപ്പോഴും മാത്രമാണ് ഹാവ് യൂസ് ചെയ്യുന്നെങ്കിൽ ഐ ഹാവ് എ ഡോഗ് എന്ന് പറയുന്ന. പിന്നെ ഒരു കാര്യം, എ അല്ല കേട്ടോ, എ ഡോഗ് അല്ല, എ ഡോഗ്. എന്ന് പറയണം. I have dog. I have a dog. ആണ്, not a. എ എന്ന് പറയുന്ന ആ ഒരു അക്ഷരത്തെ നമ്മൾ എ എന്നല്ല ശരിക്കും പ്രൊനൗൺസ് ചെയ്യേണ്ടത്. I have job. I have a dog. I have a dog. എ എന്ന് പറയും. എന്ന് പറയും. എ അല്ല പറയുമ്പോ ഓക്കെ. I have a dog. I have a little brother. I have a baby. They written an exams. They are written an exam. They are. They are written an exam. They have written an exam. അവിടെ ആനല്ലേ? They have written an exam. They are written an exam. They are written an exam. നമ്മൾ കറക്റ്റ് ഫ്ലുവൻസിൽ സംസാരിക്കുമ്പോൾ ഈ ആൻ എന്ന് അത്രയും കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയില്ല. ഓക്കെ, അപ്പൊ മലയാളം ആണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പറയാറില്ലല്ലോ, അല്ലെ? നമ്മൾ കറക്റ്റ് മലയാളമാണ് നമ്മൾ സംസാരിക്കുന്നത്, അച്ചടി ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല, അത് കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ ഓരോരോ സ്ലാങ് ആണ്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഇപ്പോ ഞാൻ പറഞ്ഞ വാക്ക് ഇപ്പോഴാണ് ശരിക്കും വാക്ക് വരുന്നത്, ആണോ? അല്ല, ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ എന്ന് പറയാറുണ്ടോ? ഇല്ല. അതെന്താണ്? പറഞ്ഞ് യൂസ്ഡ് ആയത് കൊണ്ട് ആ എന്ന് പറഞ്ഞ സാധനം പോയി, അല്ലെ? അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. നമ്മൾ പറഞ്ഞ് യൂസ്ഡ് ആകുമ്പോ ഒരുപാട് ലെറ്റേഴ്സ് അങ്ങനെ പോകും. എന്തുവാന്ന് ഇതെന്തരാണ്? ട്രിവാൻഡ്രം സ്ലാങ് വരുമ്പോ എന്തുവാന്ന് നോക്കി ഇത് എന്തരാണെന്ന് നോക്കിയില്ലേ? അത് ഒരു സ്ലാങ്ങിന് വ്യത്യാസം, സ്ലാങ് ആണ്. അല്ല മാഡം, ആരായിരുന്നു അംബേദ്കർ സംസാരിച്ച ഇംഗ്ലീഷും സാധാരണ ഇംഗ്ലീഷും തമ്മിൽ വ്യത്യാസം ഇല്ലയോ? അത് വേറെ ഇംഗ്ലീഷ് അല്ലായിരുന്നു. ബ്രിട്ടീഷ് ഇംഗ്ലീഷ്.
അങ്ങനെ അങ്ങനെ വ്യത്യാസം വരുമോ? അങ്ങനെയൊക്കെ ഉണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പറയുന്ന വേർഡും അമേരിക്കൻ ഇംഗ്ലീഷ് പറയുന്ന വേർഡും രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മൾ ഈ IELTS പരീക്ഷയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കേണ്ട നോർമൽ ഇംഗ്ലീഷ് ആണോ അതോ? നമ്മുടെ മലയാളം, നമ്മുടെ ഇന്ത്യൻസ് പൊതുവെ രണ്ട് ലാംഗ്വേജും യൂസ് ചെയ്യാറുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ അറിയാമോ നിങ്ങൾക്ക്? ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള എക്സാമ്പിൾസ് അറിയണോ? പറഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന Yes, കുറെ ma'am. അമേരിക്കൻ ഇംഗ്ലീഷ് അല്ലേ? അതില് നമ്മൾ അമേരിക്കനും യൂസ് ചെയ്യാറുണ്ട്, ഇപ്പോ ബ്രിട്ടീഷും യൂസ് ചെയ്യാറുണ്ട്, രണ്ടും യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? അതിനെ കുറച്ച് എക്സാമ്പിള് നമ്മള് ഫ്ലാറ്റ് പറയാറുണ്ട്, അപ്പാർട്ട്മെന്റും പറയാറുണ്ട്. ആണോ? പറയാറുണ്ടോ? ഉണ്ടോ? ആഹാ, നല്ല അവിടെ. വേ. ഇനിയിപ്പോ അതുപോലെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നമ്മുടെ വ്യത്യാസം എന്താ? ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ ഏറ്റവും താഴത്തെ നില, ഫസ്റ്റ് ഫ്ലോർ അതിന്റെ മുകളിലത്തെ ഫസ്റ്റ് നില. അല്ല, രണ്ടും സെയിം ആണ്. രണ്ടും ഒരെണ്ണം അമേരിക്കനും അല്ലെങ്കിൽ ബ്രിട്ടീഷും ആണ്. മനസ്സിലായോ? ഫസ്റ്റ് ഫ്ലോറും നമ്മളിപ്പോ ഗ്രൗണ്ട് ഫ്ലോർ പറയുന്നത് അല്ലേ മിസ്? പറയാറുണ്ട്, ബിസ്ക്കറ്റ് എന്ന് പറയാറുണ്ട്, കുക്കി എന്ന് പറയാറുണ്ട് അല്ലെ? കുക്കീസ് ആൻഡ് ബിസ്ക്കറ്റ്സ് കേട്ടിട്ടുണ്ടോ? ഇത് എന്നെ നിലയാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇല്ലയോ? അമേരിക്കക്കാരെ യൂസ് ചെയ്യുന്നത് കുക്കീസ് എന്നാണ്. കുക്കീസ് നമ്മുടെ ബിസ്ക്കറ്റിന് പറയുന്നതിനാണ് കുക്കീസ്. ബ്രിട്ടീഷ് അത് യൂസ് ചെയ്യുന്നത് ബിസ്ക്കറ്റ് എന്നാണ്. പക്ഷെ നമ്മൾ ഈ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ബിസ്ക്കറ്റ് പറയും, കുക്കി എന്നും പറയും. രണ്ടും ഒന്നും തന്നെ. ഒരെണ്ണം അമേരിക്കനും അത് ബ്രിട്ടീഷും ആണെന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഫിലിം എന്നും പറയും, മൂവി എന്നും പറയും അല്ലെ? മൂവി എന്നും പറയും. ഇത് തന്നെയാ, ഫിലിം ബ്രിട്ടീഷും മൂവി അമേരിക്കനുമാണ്. മനസ്സിലായോ? ഇനി ഹോളിഡേയിലുണ്ട്, വെക്കേഷനും പറയും. ഹോളിഡേ ബ്രിട്ടീഷ്, വെക്കേഷൻ അമേരിക്കൻ. മനസ്സിലായോ? അപ്പൊ നമ്മള് രണ്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരാണ്. രണ്ട് ലാംഗ്വേജ് പറഞ്ഞത് കൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോ എറേസർ എന്ന് പറയും, റബ്ബർ എന്നും പറയും. ട്രൗസേഴ്സ് എന്ന് പറയുന്നവരുണ്ട്, പാന്റ് എന്ന് പറയുന്നവരുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ ലാംഗ്വേജ് വ്യത്യാസം. പക്ഷെ ഇവർക്കാർക്കും മലയാളം പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്കെല്ലാം പറയാൻ പറ്റും. പക്ഷെ മലയാളത്തിൽ വേർഡ് ഇംഗ്ലീഷിലുണ്ടല്ലോ. അല്ല, ഈ ഇംഗ്ലീഷുകാർക്ക് മലയാളം പറയാൻ ഭയങ്കര പാടാ ടീച്ചർ. മലയാളികൾക്കാണ് എല്ലാ ലാംഗ്വേജും ഫ്ലുവന്റ് ആകുന്നത്. പ്രൊനൗൺസ് ചെയ്യാൻ എളുപ്പം, മലയാളികൾക്കല്ലയോ? ഏറ്റവും ടഫ് ലാംഗ്വേജ് മലയാളമാണ് പഠിക്കുക. കാരണം നമ്മുടെ മൗത്തില് എല്ലാ പോർഷൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സംസാരിക്കുമ്പോൾ. ചില്ലക്ഷരങ്ങൾ യൂസ് ചെയ്യാൻ പഴം. പഴം ഴായൊന്നും ആർക്കും വരില്ല, ഒരു ലാംഗ്വേജിലും ഴ വരില്ല. എന്റെ അനിയൻ പഴം എന്ന് പറയുന്ന പരം എന്നായിരുന്നു. തമിഴ് എടുത്താലും അവിടെ ക്ലാസ് എടുക്ക്. ശരിയാണ് എടുക്കുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്, പേടിക്കണ്ട. അപ്പൊ ബ്രിട്ടീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു പോർഷൻ ആണത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും നമ്മൾ ഈ പറയുന്ന രണ്ട് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോഴും തെറ്റിപ്പോകരുത്. എനിക്ക് ഒരു ചോദിക്കും, മിസ് ഫ്ലാറ്റും അപ്പാർട്ട്മെന്റും തമ്മിൽ വ്യത്യാസം എന്താണ്? ഫ്ലാറ്റും അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് അമേരിക്കൻ പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് എന്ന് മാത്രം. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് മലയാളം വേർഡ് ഇംഗ്ലീഷിലേക്ക് പോയിട്ടുണ്ട്. ഓരോ ലാംഗ്വേജിൽ നിന്നും വേർഡ്സ് ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും? ഇല്ല, അറിയില്ല. കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ പൊതുവെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയിരിക്കുന്ന കുറച്ച് വേർഡ്സ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോ
ഇതെല്ലാം അറിഞ്ഞിരിക്കണ്ടേ നമ്മള്? മലയാളികൾ ടീച്ചർ അറിഞ്ഞിരിക്കണ്ടേ? ടീച്ചർ പറഞ്ഞു ഞാൻ എഴുതിക്കോളാം. ഒന്ന് പറഞ്ഞു. ആരെന്നാ പറഞ്ഞത്? ടോമണോ? ടീച്ചർ പറഞ്ഞുതരാൻ പറഞ്ഞ. എന്താണ് അല്ല ടീച്ചർ പറഞ്ഞു തരാൻ പറഞ്ഞു. ആ കറി? കറി എടുക്കോ? കറി. ശരിയാ, കറി. കറി ഇംഗ്ലീഷിൽ എന്താ പറയാ? കറി എന്ന് പറയാറുണ്ട്. ഇല്ലേ, കറി എന്ന് പറയാറുണ്ട്. കറിവേപ്പില. കറിവേപ്പില എന്താ? കറി ലീഫ്. ആ, ഇനി മുരിങ്ങ എന്താ പറയാ? മുരിങ്ങയില. മുരിങ്ങ. മുരിങ്ങ. അതൊക്കെയാ നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയതാ. സർപ്പം. സർപ്പം. സർപ്പത്തിന് ഇംഗ്ലീഷ് എന്താ പറയാ? സർപ്പച്ച് എന്ന് പറയും. സർപ്പച്ച്. സർപ്പത്തിന് പോയതാ. മനസ്സിലായോ? ഞാൻ ഓരോ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷ് നമ്മൾ ഓരോ ലാംഗ്വേജിലും ഇംഗ്ലീഷിലെ കണ്ടുകൊടുക്കാറുണ്ട്. അതല്ല ഒരു എടുക്കും നമ്മളോട്. അതാ പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഗ്രോയിങ് ലാംഗ്വേജ് ആണ്. ഓരോ ദിവസവും ഓരോ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പറയുന്ന വാക്ക് ക്യൂട്ട്. അതിനിപ്പോ ഒരു പുതിയ വേർഡ് വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? വലുതാണ്. ക്യൂട്ട്. ക്യൂട്ട് എന്നതിന് മീനിങ് വരാം. പുതിയ വേർഡാണ്. നമ്മൾ റീൽസ് കാണാറുണ്ടോ? നിങ്ങൾ റീൽസ് കണ്ടാൽ നമുക്ക് കുറച്ച് വേർഡ്സ് ഒക്കെ കിട്ടും. കുക്കി എന്ന് പറയും. കുക്കി. അത് ക്യൂട്ടാണ്. ഈസ് കുക്കി എന്ന് പറഞ്ഞാൽ ഈസ് ക്യൂട്ട്. കുക്കി. കുക്കി എന്നാ പറയും. അപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓരോ വേർഡ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇനിയിപ്പോ പ്രസന്റ് പെർഫെക്റ്റ് എക്സാമ്പിൾ പറയാൻ വേണ്ടി ഒരാൾ കണ്ടെത്തില്ല. എക്സാമ്പിൾ പറയും എല്ലാവരും. എക്സാമ്പിൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവര് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ടീച്ചർ ഹാസ് വെച്ച് 2 എക്സാമ്പിൾ പറഞ്ഞു തരും. അയ്യോ എന്നോടോ? ഞാൻ പറയാം. He has He has sung. Yeah, he has sung. Sung എന്ന് പറയുന്നത് സിംഗിന്റെ തേർഡ് ഫോം ആണ്. സിംഗ്, സാങ്, സങ്. അതൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾക്ക് ഈ വേർബിന്റെ 3 ഫോംസ് ഒക്കെ അറിയാവുന്നവരാണ്. എല്ലാ വേർബിന്റെയും 3 ഫോംസ് അറിയോ? എല്ലാത്തിന്റെയും അറിയില്ല. കുറച്ചെണ്ണത്തിന്റെ അറിയത്തില്ല. എല്ലാം അറിയത്തില്ല. എല്ലാം അറിയത്തില്ല. V1, V2, V3 അറിയത്തില്ല. എന്റെ PDF ഒന്ന് PDF ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള PDF ഇല്ല, എഴുതിയിട്ടുണ്ട്. ഓക്കെ. എന്തിനാണെന്ന് അറിയോ? നിങ്ങൾക്ക് ഈ PDF തരുമ്പോ ഓക്കെ നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടും. പക്ഷെ നിങ്ങളത് യൂസ് ചെയ്യില്ല. ഒരിക്കലും നിങ്ങൾ വായിക്കില്ല. എല്ലാം മാത്രമേ ഉള്ളൂ, വായിക്കില്ലെന്നും സാധ്യതയായത്. ടീച്ചറിന് ഇതിന് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമോ? ഇംഗ്ലീഷിന്റെ PDF ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് കിട്ടുമോ? കിട്ടുമല്ലോ. ഇല്ല, കിട്ടാൻ വല്ല വഴിയുണ്ടോ? ടീച്ചറിന്റെ ഇതുണ്ട്. എഴുതി പഠിക്കുന്നതാണോ നല്ലത്? നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് സെൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ടച്ചിങ് ആണെങ്കിലും ഐ ആണെങ്കിലും മനസ്സിലായോ? നമ്മൾ എഴുതുമ്പോ ചിലര് പറഞ്ഞെഴുതാറുണ്ട്. അങ്ങനെ ഒരുപാട് സെൻസ് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ്. എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. എപ്പോഴും വായിക്കുന്നതിനേക്കാളും എപ്പോഴും എഴുതുന്നതാണ്. അതാണ് പണ്ടൊക്കെ നമുക്ക് ഇമ്പോസിഷൻ തന്നിരുന്നത്. ഒരു കാര്യം ഇമ്പോസിഷൻ തരുമായിരുന്നു അല്ലേ? അത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇതുവരെ എഴുതി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പേടിക്കണ്ട. വേണമെങ്കിൽ ഞാൻ തരാലോ. ഇങ്ങനെ ക്യാമറയിലൂടെ കാണിച്ചാൽ മതി എത്ര പ്രാവശ്യം എഴുതുന്നത്. എന്തോ പണിയും കിട്ടി. ഓക്കെ. അപ്പോ നമുക്ക് ഈ ടെൻസ് പ്രസന്റ് ടെൻസ് കഴിഞ്ഞാല് ഈ 3 ഫോംസ് പഠിക്കാം കേട്ടോ. എല്ലാ വേർഡ്സും കുറെ വേർഡ്സ് ഞാൻ പറയാം. അത്യാവശ്യം 300 വേർഡ്സ് ഒക്കെ ഞാൻ തരാം. നിങ്ങൾ എഴുതിട്ടാൽ മതി. നോട്ട്ബുക്ക് അഴിവടി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളത് പഠിക്കാം. മറക്കില്ല. പിന്നെ എഴുതിയാൽ ഇഷ്ടം മറക്കില്ല. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട ഡെയിലി സെന്റൻസ് ഞാൻ കുറച്ച് തരും. അത് നിങ്ങൾ എഴുതിയെടുക്കണം. ഇംഗ്ലീഷിന് വേണ്ടി എന്തായാലും ബുക്ക് ആവശ്യമാണ്. ഓക്കെ ആണല്ലോ? ഇത് ടെൻസ് പഠിച്ചതിന് ശേഷം ഞാൻ ക്ലാസ് എടുക്കാം. ഓക്കെ. ഓക്കെ.
next present perfect continuous. Present perfect continuous. Present perfect continuous എന്ന് പറയുന്നത് subject plus has or have plus being plus verb ing. ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിലോട്ട് നോക്കാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിലെ സ്ട്രക്ചർ ഉണ്ട്, നോക്കി എഴുതുക. Subject plus has or have plus being plus verb ing. ഇവിടെയും സെയിം ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവും ആണ് നമ്മൾ യൂസ് ചെയ്യാം. ഐ യു യുടെ കൂടെ ഹാവും he she everybody കൂടെ ഹാസ് ആണ് യൂസ് ചെയ്യാം. then say be plus verb ing. ഓക്കെ, ഇതിന്റെ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he has been writing എന്ന് പറഞ്ഞാല് അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മലയാളം മീനിങ് വരാം. ഓക്കെ, ആരെങ്കിലും മലയാളം മീനിങ് എഴുതാം, നോക്കി എഴുതിക്കോളൂ. he has been writing എന്ന് പറയുന്ന സെന്റൻസ് അത് ഫസ്റ്റ് എഴുതി. he has been writing. he has been writing എന്ന് പറയുന്ന സെന്റൻസിന്റെ മീനിങ് അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. he has been writing. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മലയാളം മീനിങ് വരുന്നത്. ഓക്കെ, ഇത് പാസ്റ്റിൽ തുടങ്ങിയ കാര്യം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ രാവിലെ മുതൽ പഠിക്കുകയാണ്, അല്ലെ ഞാൻ രാവിലെ മുതൽ പഠിപ്പിക്കുകയാണ്. രാവിലെ എന്ന് പറയുമ്പോ ഓൾറെഡി ഒരു 7 o'clock വഴി തുടങ്ങുന്നു. അപ്പൊ 7 o'clock എന്ന് പറയുമ്പോൾ ഇപ്പൊ വെച്ച് നോക്കിയാണെങ്കിൽ പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ. I have been writing. അല്ല പഠിക്കുകയാണല്ലേ. I have been പഠിക്കുന്നതിന് പറയുന്നത് സ്റ്റഡിയിങ്. ഓക്കെ, അപ്പോ I have been teaching since 7 o'clock എന്ന് പറയുന്ന സെന്റൻസ് ആണെങ്കിൽ ഞാൻ എന്റെ മീനിങ് വരുന്നത് ഞാൻ 7 മണി മുതൽ പഠിപ്പിക്കുകയാണ് അല്ലെ. 7 മണി മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? പാസ്റ്റിൽ തുടങ്ങിയ പ്രവൃത്തി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ടീച്ചറെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്തോ പറയുന്നത് ഹാസോ? നമ്മള് ഈ ഇപ്പൊ പറഞ്ഞ ടെൻസില്ലേ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് മീനിങ് വരാം. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെന്തോ ആവട്ടെ, എന്ത് പ്രവൃത്തിയുമായിക്കോട്ടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മീനിങ് വരാം. പ്രവൃത്തി എന്താവട്ടെ, ഇപ്പൊ പാട്ട് പാടുന്ന പ്രവൃത്തിയാണെങ്കിലും എഴുതുന്ന പ്രവൃത്തിയാണെങ്കിലും അതെന്താണ്? എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പാടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ മീനിങ് വരും. ഓക്കെ, ഇനിയിപ്പോ സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ. I have been cooking. I have been cooking. She has been writing. They have been playing. എന്നൊക്കെ വരും. ഇങ്ങനെയാണ് സെന്റൻസ് പറയാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്നത്. They have been traveling. Traveling. So നമ്മൾ അവിടെ സ്ട്രക്ചർ കണ്ടു. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് സെന്റൻസ് പറയാൻ നോക്കാം. I have been writing a letter. Writing a letter. ഞാൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലയോ? കറക്റ്റല്ലേ ടീച്ചർ? ഇപ്പോ ഇവിടെയാണ് നമുക്ക് പ്രൊപ്പോസിഷൻ
ടോം ടീച്ചർ പറഞ്ഞയച്ചു തോന്നുന്നുണ്ട്. എന്ത് പറ്റി? എന്തുപടി നീ എന്താ പറഞ്ഞേ? ആളും പോയ, ടീച്ചറും പോയി, എല്ലാരും പോയി. ഓക്കെ, സൗണ്ട് സ്ട്രെയിൻ വന്നു. സൗണ്ട് സോ പയ്യെ പറയുവാണെ കേൾക്കാം. ഓക്കെ, എന്താ പറഞ്ഞേ? ഇപ്പോ എന്റെ ഒരു പ്രോസസ്സ് പാസിംഗ് നടന്നൊരു പ്രോസസ്സ് നമ്മൾ പ്രസന്റ് പറയുമ്പോ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഇത്ര നേരം മുതൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പൊ നമുക്ക് പ്രപ്പോസിഷൻ ആവശ്യമാണ്. ഇപ്പോ ഒരു 3 മണിക്കൂറായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 3 hours. അപ്പൊ ഈ 4 എന്ന് പറയുന്നത് സ്റ്റിൽ 3 hours എന്ന് വരുമോ? സിൻസ് 3 hours, 3 മണി. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം, തൊണ്ടൊക്കെ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു ഓൾ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് ഞങ്ങള് V1 V2 V3 ഫോമിന്റെ എക്സാമ്പിൾ എഴുതിക്കൊണ്ടുവരാം. ആരാ പറഞ്ഞത്? ഓക്കെ മിസ്. അമ്പിളി ആ, എനിക്ക് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തന്നില്ലെങ്കിൽ കണ്ടോളെ. പിന്നെ പറയാം. നമ്മുടെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമല്ലോ, 3 ഫോംസ് നമ്മൾ ക്ലാസ്സിൽ എന്തായാലും പറയും. ഇനിയിപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞങ്ങൾ അടുത്ത ക്ലാസ്സിൽ ടീച്ചറിന് വയ്യ, കുഴപ്പമില്ല, പോയിട്ട്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. ടീച്ചറിന് വയ്യാതായിപ്പോയി. അതിനെ അമ്പിളി ചേച്ചി എന്നാ പറഞ്ഞേ? നീ പോടാ, നീ പോ. ഞാൻ ടൈപ്പ് ചെയ്യുന്ന എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാന്നോ? മംഗ്ലീഷ് എഴുതുവാ. മംഗ്ലീഷോ? അത് പെട്ടെന്ന് കൈ കിട്ടത്തില്ല എന്റെ പൊന്നി. മലയാളം എഴുതാൻ പറയുന്നത് നിനക്ക് മലയാളം അറിയത്തില്ലെന്ന് പറയണത്. അപ്പൊ ഞാൻ നോക്കുമ്പോ നീ ടൈപ്പ് ചെയ്യുന്ന മുഴുവനും മലയാളമാണല്ലോ. അതോ, അത് മറ്റേ ഇതിനകത്ത് ഫോണിനകത്താന്ന്. അതാ ചോദിച്ചേ, മംഗ്ലീഷ് ആണ് എഴുതി കൊടുക്കുന്നേ. ഫോണിനകത്ത് ടൈപ്പ് ചെയ്യാൻ എളുപ്പമാണ്, അല്ലാതെ മലയാളം ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോ തന്നെ മലയാളം വരുമല്ലോ. 12:30 കഴിയുമ്പോ അംഗൻവാടി പോയിരിക്കും കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോ മണ്ടയില് മലയാളം വരത്തില്ല ചേച്ചി. അറിയാം. അറിയാം സത്യമായിട്ടും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് രായോ ഏതാന്ന് അറിയത്തില്ലായിരിക്കും. ഇപ്പൊ എന്താണ് ഞാൻ ശരിന്ന് എഴുതി ചരിന്നായി പോയതാ, കണ്ടോ? ഓക്കെ. ഈ പ്രഭിതി എന്താ പറഞ്ഞ എന്നെ പറ്റി? അവള് കള്ളത്തിനും പറഞ്ഞു ഞാൻ കാരണമെന്ന്. നോക്ക്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.